ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ ശാന്തസുന്ദരമായ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ സ്കൂളും ഓഫീസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് 3-4 ദിവസത്തെ അവധിയുള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂൾ വീണ്ടും തുറന്നു. അപ്പം രാവിലെ തന്നെ സ്കൂളിലേക്ക് കൊടുത്തു വിടാനുള്ള ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കണം. ഇന്ന് പിന്നെ ലഞ്ചിന് കൊടുത്തു വിടുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ഇപ്പം ബോൺലെസ് ചിക്കനാണ്. ശരിക്കും പറഞ്ഞാൽ തലേദിവസമേ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. രാവിലെ പണി എളുപ്പം കഴിയും. പക്ഷെ ഞാൻ മറന്നുപോയി. സാരമില്ല, നമുക്ക് ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ, അതെവിടെയോ മിസ്സായിപ്പോയി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എത്ര നേരം നമ്മൾ വെക്കുന്ന അത്രയും സോഫ്റ്റായിട്ട് ചിക്കൻ നല്ല സൂപ്പറായിട്ട് കിട്ടും. പിന്നെ ഞാനൊരു 10 മിനിറ്റ്, 10 ഒരു 15 മിനിറ്റ് വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലത്തെ ധൃതിയിൽ ഒരുപാട് നേരമൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഫസ്റ്റ് ഒന്ന് ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഒരു കുറച്ച് ഓയിലാണ് ഇതൊന്ന് ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ റൈസ് വേവാൻ വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ 4 അടുപ്പും ബിസി ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും അതുപോലെ ലഞ്ചിനുള്ളതും എല്ലാം കൂടെ ചേർത്ത് ഒരേ ടൈമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ചിക്കൻ അത് പെട്ടെന്ന് തന്നെ ഇനി വെന്ത് വന്നോളും. അപ്പോഴത്തേനും നമ്മുടെ റൈസും കൂടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്നങ്ങ് വെന്ത് പോവുകയും ചെയ്യും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പുട്ടും കടലക്കറിയാണ്. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഒന്ന് എല്ലാം വെള്ളമൊക്കെ വലിഞ്ഞ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഫ്രൈഡ് റൈസിലേക്കുള്ള കുറച്ച് സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ ഗാർലിക്കും നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഉണ്ടാക്കി അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് സോയാ സോസാണ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പെപ്പർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിനുള്ള. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡിയായി. വളരെ എളുപ്പമാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നേരത്തെ ഒന്നും ഇവരെ പശുക്കുട്ടി അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ഇഷ്ടപ്പെട്ടു. കൊണ്ടുപോയാന്ന് തോന്നുന്നു. ഇവിടുത്തെ സ്കൂളിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. നട്ട്സും മാത്രം കൊടുത്തു വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് നട്ട്സ് അലർജി ഉണ്ട്. അപ്പോൾ അത് മാത്രം കൊടുത്തു വിടത്തില്ല, അങ്ങനെ എന്തെങ്കിലും നട്ട്സ് ചേർക്കുന്ന ഐറ്റംസ് ഒന്നും. ബാക്കി എന്തും നോൺ വെജ് ഐറ്റംസും അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇന്ന് സ്നാക്സിന് മാങ്ങയാണ് കട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെ പശുക്കുട്ടി പെട്ടെന്ന് സ്കൂളിൽ പോകാനാണ് കേട്ടോ. ബസ് വരാൻ സമയമായി. ഏട്ടനോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 2 പേരും ഒരേ ബസ്സിനാണ് പോണത്. അവൾ സ്പീഡിൽ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വിമാൻകുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം. അപ്പം ഇന്ന് അടിപൊളി നല്ല ചമ്പാ പൊട്ടായിരുന്നു കേട്ടോ. അപ്പം അവനോട് ഞാൻ ചോദിച്ചു കടലക്കറി വേണമെന്ന് ചോദിച്ചപ്പോൾ അത് വേണ്ട, പഴം വെച്ച് കഴിക്കാനാണ് അവന് കൂടുതലും ഇഷ്ടം. അപ്പോൾ പഴം മതിയെന്നായി. അങ്ങനെ പഴമൊക്കെ അവന് കൊടുത്തു. എനിക്കും ഇഷ്ടമാണ് കേട്ടോ പുട്ടും പഴം കൂടെ കഴിക്കാൻ. പുട്ടും പഴവും അതുപോലെ പുട്ടും മാങ്ങയും കഴിച്ചിട്ടുണ്ടോ? അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിമാനോട് പറഞ്ഞു അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ. അങ്ങനെ അവന് കൊടുത്തു. ഇപ്പോൾ രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറി. പക്ഷേ ഇപ്പോൾ അധികം വലിയ മഴയൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല വെയിലൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലേക്കുള്ള വിമാനം പിന്നെ പ്രത്യേകിച്ച് ലഞ്ചൊന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് വാട്ടർ ബോട്ടിൽ മാത്രമാണ് അവൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വിമാൻകുട്ടി സ്കൂളിലേക്ക് പോയി. അപ്പം ഞാനും ഇന്ന് പുട്ടും മാമ്പഴവും അങ്ങനെ കഴിക്കാനാണ് എനിക്കൊന്ന് തോന്നിയത്. കടലക്കറി എടുക്കാൻ തോന്നിയില്ല. മാമ്പഴവും പുട്ടും പഞ്ചസാരയും കൂടെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതുപോലൊരു കോമ്പിനേഷൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പം പിന്നെ മാമ്പഴ സീസൺ ആയതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിലും കാണുമല്ലോ. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ സമയം ഇപ്പം ഈവനിങ് ആയി. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളും എല്ലാവരും കൂടെ, വിമാൻകുട്ടിയുണ്ട്, എല്ലാവരും കൂടെ ഞങ്ങൾ വശിക്കുഷിയുടെ സ്കൂളിലേക്ക് പോവാണ്. ഇന്ന് അവരുടെ സ്കൂൾ ലൈബ്രറിയിൽ ഒരു ചെറിയൊരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വശിക്കുട്ടി ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതാണ് വരണമെന്നും പറഞ്ഞ്. അപ്പോൾ ഇത് എന്താ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കൂളിൽ ഒരുപാട് പേര് ബുക്ക് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കെല്ലാം കൂടെ വെച്ചിട്ട് ഇവരൊരു ഇവൻറ്റ് നടത്തുകയാണ്. അപ്പം നമുക്കിവിടെ വന്നവർക്ക് ഏതെങ്കിലും ബുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതവർ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് കളറിങ് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അവിടെ ഇരുന്ന് വരയ്ക്കാനൊക്കെ. അപ്പോൾ ഈ ഒരു ഇവൻറ്റിന് വന്നവർക്ക് അവർ കോഫിയും അതുപോലെ തന്നെ ചോക്ലേറ്റ്, പിന്നെ കുക്കീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. വരുന്നവരൊക്കെ ബുക്ക് എടുത്തിട്ട് അങ്ങ് പോകുന്നവരായിരുന്നു കൂടുതലും. വർഷിക്കുട്ടി സ്കൂളിൽ റീഡിങ് അംബാസഡർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ബിസി ആയിരുന്നു ഈ ഒരു ഇവൻറ്റിന്. അപ്പോൾ എല്ലാവരും ഓരോരോ കോഫികളൊക്കെ ഓർഡർ ചെയ്യും. ഇവിടെ ആണെങ്കിൽ പല വെറൈറ്റി കോഫികളുണ്ട്. അപ്പം നമ്മൾ ഏത് ഓർഡർ ചെയ്തോ അതൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ തീരുന്ന കുക്കീസും കാര്യങ്ങളും ഒക്കെ റീഫിൽ ചെയ്യുക. ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. ഓട്ടടാ ഓട്ടമായിരുന്നു. ഒരു നിമിഷം പോലും അവിടെ അടങ്ങി നിൽക്കുന്നത് കണ്ടതേയില്ല. 1 മണിക്കൂറായിരുന്നു ഇവൻറ്റ്. ആ ഒരു ഫുൾ ഇവൻറ്റ് ഓടി ആടി ഇവിടെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്ന് ബുക്കൊക്കെ വായിച്ചു. അങ്ങനെ ഒരു 3-4-5 ബുക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്കിഷ്ടപ്പെട്ട. അങ്ങനെ നല്ലൊരു അടിപൊളി ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞങ്ങൾ സുഖമായിട്ട് അവിടെ ഇരുന്ന്. വർഷക്കുട്ടി തളർന്നു പോയി. അതാ വന്ന് പറഞ്ഞ് ഞാൻ ടയേർഡായി പോയെന്ന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അവർക്ക് ഈ സ്കൂളിൻ്റെ പിയിൽ ഇന്ന് ഓട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓടിയും കുറച്ച് നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേനും നല്ല ക്ഷീണമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു പാഴ്സൽ വന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഇത് ഏട്ടൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഞാനും ആദ്യം വിചാരിച്ചു ഇതെന്ത് സംഭവമെന്ന്. അപ്പം തുറന്ന് നോക്കിയപ്പോഴാണ് ഓഫീസ് ചെയറാണ് കേട്ടോ. അപ്പം കുറേ ദിവസം കൊണ്ട് ഏട്ടൻ പറയുന്നുണ്ട് ഏട്ടന് 1-2 ദിവസം വീട്ടിൽ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ചെയറില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഇരുന്ന് ചെയ്യാൻ. പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ ജോലി ചെയ്യാൻ പാടാണല്ലോ. ഇത് നമ്മൾ ഫിക്സ് ചെയ്യണം. എല്ലാം കൈപ്പണിയാണ്. അപ്പോൾ പശുക്കുട്ടി എടുത്ത് ഫസ്റ്റ് തന്നെ എല്ലാം എടുത്ത് ഫിക്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏട്ടനും ഓഫീസിൽ നിന്ന് അപ്പോഴാണ് വന്നത്. അപ്പം പിന്നെ ബാക്കി പിന്നെ ഏട്ടൻ ചെയ്തു. ഇത് നമ്മൾ ആമസോൺ വഴിയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഫൈനലായിട്ട് നമ്മളത് ഫിക്സ് ചെയ്തു എടുത്തു. അപ്പം പശുക്കുട്ടിയാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ഞാനാണ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇനി ഈ ഒരു ചെയറിലിരുന്ന് വേണം ബുക്ക് എഴുതാനെന്ന്. അത് ഞങ്ങൾ കളിയാക്കുമായിരുന്നു. ഇത്രയും നാളും ബുക്ക് എഴുതാഞ്ഞത് ഈ ചെയർ വരാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക.